സിനിമ എന്നാൽ വലിയൊരു മാന്ത്രിക വിദ്യയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ദി കേരള സ്റ്റോറി 2ന്റെ ടീം അത് നേരിട്ട് കാണിച്ചു തന്നു. കേരളത്തിന്റെ കഥ പറയാൻ 30 ഇരകളെ തപ്പിയെടുത്തപ്പോൾ അതിൽ ഒരു മലയാളി പോലുമില്ല. പത്രസമ്മേളനത്തിന് വന്നവരാകട്ടെ കേരളം എവിടെയാണെന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കി പഠിക്കേണ്ടി വന്ന ഉത്തരേന്ത്യൻ സഹോദരങ്ങളും. മലയാളം പോയിട്ട് ഒരു മലയാളി മങ്കയെ പോലും ആ പരിസരത്ത് കണ്ടില്ല. ഇതിനെയാണ് ശരിക്കും ലൊക്കേഷൻ മാറിപ്പോയ സിനിമ എന്ന് വിളിക്കേണ്ടത്. കേരളത്തിലെ ഇരകളെ തിരഞ്ഞിറങ്ങിയവർ ഒടുവിൽ ഹരിയാനയിലും യുപിയിലും ചെന്നാണോ ലാൻഡിംഗ് നടത്തിയത്? സത്യത്തിൽ ഈ സിനിമാക്കാരെ സമ്മതിക്കണം. NIAയും CBIയും ടോർച്ചടിച്ച് നടന്നിട്ട് പോലും കിട്ടാത്ത ഈ സെറ്റപ്പ് ഇരകളെ സിനിമാക്കാർക്ക് എങ്ങനെ 30 എണ്ണത്തിനെ ഒന്നിച്ച് buy 1 get 30 ഓഫറിൽ കിട്ടി എന്നത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ്. ഐക്യരാഷ്ട്രസഭ പോലും ഈ ഡിറ്റക്റ്റീവ് ബുദ്ധി കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. സ്വന്തം സർക്കാർ പാർലമെന്റിൽ ലവ് ജിഹാദ് എന്നൊരു സാധനം ഇന്ത്യയിൽ ഇല്ലെന്ന് ശുദ്ധമായ ഹിന്ദിയിൽ എഴുതി ഒപ്പിട്ട് നൽകിയതാണ്. പക്ഷെ ഈ സിനിമാക്കാർക്ക് മാത്രം എവിടെ നിന്നാണ് ഈ ഡാറ്റ കിട്ടുന്നത്? ഏതായാലും ഈ ക്രിയേറ്റീവ് ബുദ്ധിക്ക് ഒരു ഓസ്കാർ പോരാ, ഒരു ഓസ്കാർ ഫാക്ടറി തന്നെ കൊടുക്കേണ്ടി വരും. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഭരണഘടന നൽകിയ അവകാശമാണ്, ശരി തന്നെ. പക്ഷേ അതൊരു നാടിനെ മൊത്തം അപമാനിക്കുവാനും ഇല്ലാത്ത കഥകൾ പടച്ചുവിട്ട് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാനുമുള്ള സിനിമാ ടിക്കറ്റ് ആണെന്ന് ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഒരു സിനിമയുടെ PR വർക്കിന് വേണ്ടി ഒരു സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടനയെ പിച്ച് ചീന്താൻ ഇറങ്ങി പുറപ്പെടുന്നത് വെറും ഒരു കച്ചവടമല്ല, അതൊരു ക്രിയേറ്റീവ് ക്രിമിനലിസമാണ്. ഈ തമാശകൾക്കെല്ലാം ഇടയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവരുടെ മൗനം ഒരു വല്ലാത്ത മൗനരാഗമായി മാറുന്നത്. സ്വന്തം കേന്ദ്ര ഏജൻസികൾക്ക് പിടികൊടുക്കാത്ത ഈ 30 അദൃശ്യ ഇരകളെ നേരിട്ട് കണ്ട് ഒന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തിന് നല്ലൊരു അവസരമാണിത്. പടം ഹിറ്റാക്കാൻ ഇത്തരത്തിലുള്ള ഹൈ റേഞ്ച് നുണകൾ എഴുന്നള്ളിക്കുന്ന ഈ തൊലിക്കട്ടി എവിടെ നിന്ന് കിട്ടുന്നു എന്നതാണ് നാട്ടുകാരുടെ സംശയം. സിനിമ കഴിയും, നിർമ്മാതാവിന്റെ പോക്കറ്റ് വീർക്കും. പക്ഷേ അവർ വിതച്ച ഈ വ്യാജ കഥകളുടെ വിഷം ഇവിടെ ബാക്കിയാകും എന്നതാണ് ഈ PR സ്റ്റണ്ടിന്റെ ഏറ്റവും വലിയ ട്രാജഡി. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.